ഗ്രഹങ്ങൾ ഉണ്ടായത് എങ്ങനെയാണെന്ന് അറിയാമോ? ഇത് സൗരഗോളത്തിലെ ഗ്രഹങ്ങൾ ഏകദേശം 4.6 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് രൂപപ്പെട്ടു. ഒരു വലിയ വാതകവും പൊടിയുമായ വലയാകൃതിയിലുള്ള ബുദ്ധിമുട്ടുള്ള മേഘം സൗരന്മേഘം തകർച്ചയ്ക്കിരയായി ചുരുങ്ങുകയും ചുറ്റിക്കൊണ്ട് തിരിയുകയും ചെയ്തു. ഇതിന്റെ മധ്യഭാഗം കുറുകിക്കഴിഞ്ഞപ്പോൾ അതിശക്തമായ മർദ്ദവും ചൂടും സൃഷ്ടിച്ചു. അതിൽ നിന്ന് സൂര്യൻ പിറന്നു. സൂര്യനെ ചുറ്റിയിരുന്ന മെറ്റീരിയലുകൾ പ്രധാനമായും ഹൈഡ്രജനും ഹീലിയവും കൂടിയ മറ്റു മൂലകങ്ങളും ഒടുവിൽ ചെറിയ കണങ്ങളിൽ നിന്നു കൂട്ടിച്ചേർന്നു ഗ്രഹങ്ങളായി രൂപപ്പെട്ടു. ഈ പ്രക്രിയയെ അക്രീഷൻ എന്നു വിളിക്കുന്നു. അടിസ്ഥാനത്തിൽ സൗരഘടകങ്ങളിലുണ്ടായ താപനിലയുടെ വ്യത്യാസം ഗ്രഹങ്ങളുടെ രാസഘടന നിശ്ചയിച്ചു. സൂര്യനോട് അടുത്തുള്ള ചൂടുള്ള പ്രദേശങ്ങളിൽ കല്ലും ധാതുക്കളുമാണ് പ്രധാനമായും കൂടി ചേരാനായത്. ഇതാണ് പാർത്ഥിവ ഗ്രഹങ്ങൾ ബുധൻ, ശുക്രൻ, ഭൂമി, അങ്കാരകൻ ആയി രൂപപ്പെട്ടത്. ചൂട് കുറവുള്ള പുറം ഭാഗങ്ങളിൽ വാതകങ്ങളും എസ് ഘടകങ്ങളും കൂടി ചേർന്ന് വാതക ഭീമന്മാരായ വ്യാഴം, ശനി എന്നിവയും എസ് ഭീമന്മാരായ യുറേനസ്, നെപ്റ്റ്യൂൺ എന്നിവയും രൂപപ്പെട്ടു. കുറെ ചെറുവസ്തുക്കൾ ഗ്രഹങ്ങളായി മാറിയില്ല. അവയിൽ ചിലത് ആസ്റ്ററോയിഡുകളും കോമറ്റുകളും ആയി ഇന്ന് നമുക്ക് കാണാം. ഇങ്ങനെയാണ് ഗ്രഹങ്ങളുടെ രൂപീകരണം സാധ്യമായത്. വലിയ ഒരു മേഘത്തിന്റെ അടിവസ്ത്രങ്ങളിൽ നിന്ന് ഉദയം പ്രാപിച്ച ലക്ഷക്കണക്കിന് വർഷങ്ങൾ നീണ്ട പ്രക്രിയയിലൂടെ.